ഹലോ ഗായ്സ്, അപ്പം ഞാൻ പ്രവീൺ പ്രണവിട്ട അവൻ്റെ യൂട്യൂബ് ചാനലിൽ കയറിയപ്പോൾ അവൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഇപ്പോൾ പുതിയതായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിനെപ്പറ്റിയാണ് പറയാൻ പോണത്. എന്താ വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന കുറേ കമൻറ്റുകളുണ്ട്. എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ അവരെന്തുകൊണ്ട് അവർ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ല, അവർക്ക് ഗോവയിലും മറ്റുള്ള സ്ഥലങ്ങളിൽ ടൂർ പോകാൻ കാശുണ്ടല്ലോ, കാറ് മേടിക്കാൻ കാശുണ്ടല്ലോ, എന്തുകൊണ്ട് സ്വന്തം ഭാര്യ ഒരു നല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ല എന്നൊക്കെയാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. ഇപ്പോൾ ഈ അവർ SIT കോളേജ് എന്ന് പോയി അവിടെയാണ് ആ മൃദുലയ്ക്ക് ഡെലിവറി നടന്നത്. കാരണം നമ്മൾ ആരിനെയാണോ കൊണ്ടുപോകണം അവരുടെ കംഫർട്ട് അനുസരിച്ചിട്ടാണ് പോകേണ്ടത്. ഇപ്പോൾ ഞാൻ പറയുകയാണ്, ഇപ്പോൾ എൻ്റെ വൈഫിനെ ഇപ്പോൾ ഇങ്ങനെ കൊണ്ടുപോകണം എന്ന് പറയാൽ അവർക്ക് അവിടെ ഒരു വിശ്വാസം ഉണ്ടാവുമല്ലോ. ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് കൊണ്ടുപോകുന്നത്. കാരണം മൃദുലയുടെ ചേച്ചിൻ്റെ 3 പ്രസവം കഴിഞ്ഞതും അവിടെയാണ്. അപ്പോൾ കാരണം അവൻ്റെ ഫാമിലിക്ക് ആ ഒരു ഹോസ്പിറ്റലിന് മേലെ ഭയങ്കര വിശ്വാസം ഉണ്ടാവും. അപ്പോൾ ഈ ആർക്കാണോ ഡെലിവറി അവരാണ് പറയേണ്ടത് എവിടേക്ക് കൊണ്ടുപോകണം. കാരണം അവൻ്റെ ആ ഒരു സമയത്ത് ഡെലിവറി സമയത്ത് അവർക്ക് ഭയങ്കര കോൺഫിഡൻസ് ഫീൽ ചെയ്യും, നെഗറ്റീവ് മൈൻഡ് വരും. അപ്പോൾ നമ്മളൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ആ ഹോസ്പിറ്റലിൽ അവർ വെറുതെ നമ്മുടെ അടുത്ത് പറയാണ് ആ ഹോസ്പിറ്റലിൽ മതി അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ അവരോട് ചോദിക്കണം, നിങ്ങൾ അവിടെ കംഫർട്ടബിൾ ആണോ എന്നും കൂടെ നമ്മൾ ചെക്ക് ചെയ്യണം. കാരണം നമ്മൾ കംഫർട്ടബിൾ ഇല്ലയെന്ന് വെച്ചാൽ നമുക്ക് അവിടെ ഈ ഡെലിവറി സമയത്ത് നമുക്ക് കുറേ മാനസികമായിട്ടുള്ള പ്രശ്നവും ഡിപ്രഷനും ഇതൊക്കെ ഫീൽ ചെയ്യും. ഇനി അടുത്ത് എന്ത് സംഭവിക്കും ഇതൊക്കെ ആകുമ്പോൾ നമ്മളൊരു വിശ്വാസമുള്ള സ്ഥലത്ത് കൊണ്ടുപോകുമ്പോഴല്ലേ നമുക്ക് ബെറ്റർ കോൺഫിഡൻസ് ഉണ്ടാകുന്നത്. അങ്ങനെയാണ് പ്രവീൺ അദ്ദേഹത്തിൻ്റെ ഭാര്യൻ്റെ ഒരു കാര്യം ഏറ്റെടുക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ശരിക്കും ചെയ്യേണ്ടത്. അല്ലാതെ ഭർത്താവിന് ഇഷ്ടമുള്ള ഹോസ്പിറ്റലിലേക്കല്ല ഭാര്യനെ കൊണ്ടുപോകേണ്ടത്. ഭാര്യയ്ക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള പ്ലേസ്. ആ സമയത്ത് കുറേ ഡിപ്രഷനും അതുപോലെ കുറേ പ്രശ്നങ്ങളും വരും, മാനസികമായിട്ടുള്ള പ്രശ്നവും ശാരീരിക പ്രശ്നവും ഒക്കെ വരും. അപ്പോൾ അതിന് ഭാര്യൻ്റെ ഏതാണോ കംഫർട്ട് അവിടെയാണ് കൊണ്ടുപോകേണ്ടത്. പിന്നെ ഇത്രയും പൈസ ഉള്ളവർക്ക്, ഇപ്പോൾ ക്യാഷ് ഉള്ള ഒരു ആൾക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല. കാരണം ഭാര്യൻ്റെ ആ ഒരു കംഫർട്ടബിൾ നോക്കിയിട്ടാണ് അദ്ദേഹം പോയത്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഫാമിലിനെ പറ്റിയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കമൻറ്റ് ബോക്സിൽ കുറേ കമൻറ്റുകൾ അദ്ദേഹം അതിൽ വ്യക്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഫാമിലി ആകുമ്പോൾ ചെറിയ പ്രശ്നങ്ങളും എല്ലാം ഉണ്ടാവും. അതിപ്പോൾ എല്ലാ ഫാമിലിയിലും അതുണ്ടാവും. പക്ഷേ ഓരോ യൂട്യൂബേഴ്സ് എല്ലാ പ്രശ്നങ്ങളും അതിലിടും. ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ M4Tech ഇപ്പോൾ അതിൽ എല്ലാ ഇഷ്യൂസും M4Tech അല്ല, എന്താ പറയുക, സഞ്ജു ടെക്കി, അതുപോലെ എല്ലാം സഞ്ജു ടെക്കി, അതുപോലെ അങ്ങനെ കുറച്ച് വ്ളോഗേഴ്സ്മാർക്ക് എല്ലാ പ്രശ്നങ്ങളും ഇടും. അതുപോലെ എല്ലാവരും എല്ലാം ഇടണമെന്നൊന്നും നമ്മൾക്ക് പറയാൻ പറ്റില്ല. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് എല്ലാം ഇടേണ്ടത്. അപ്പോൾ അവൻ്റെ ഫാമിലിയായിട്ട് എന്തോ ഒരു ചെറിയൊരു ഇഷ്യൂ, അങ്ങനെ എന്തോ ഒരു പ്രശ്നമായിട്ടുണ്ട്. അപ്പോൾ അത് കാരണമാണ് അവർക്ക് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ അതിൻ്റെ ഫാമിലി ഒന്നും വരാത്തത്. അപ്പോൾ ഇനി ഭാവിയിൽ ശരിയാവുമായിരിക്കും. അപ്പോൾ ഇപ്പോൾ അവർ വാടക വീടും അതൊക്കെ എടുത്ത് മാറണം. അതിപ്പോൾ എല്ലാ ഫാമിലിയിലും ചെറിയൊരു ക്രാഷ് ഉണ്ടാകും. കാരണം ഇപ്പോൾ വരുന്ന ആൾ, ഇപ്പോൾ ഭാര്യ പറയുന്നത് കേട്ടിട്ടാണ് ഭർത്താവ് പ്രവർത്തിക്കുന്നത് എന്നാണ് വീട്ടുകാരുടെ മൈൻഡ് സെറ്റിൽ വരിക. അത് സ്വാഭാവികമാണ്. കാരണം പറഞ്ഞാൽ നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിൽ വഴക്കുണ്ടാക്കി എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അത് ആര് പറഞ്ഞതായിട്ട് എല്ലാതൊരു അവർക്കുണ്ടാവും. അതുകൊണ്ട് അവർ നമ്മുടെ അടുത്ത് പിണക്കം മാറും. പക്ഷെ നമ്മുടെ കൂടെ ഒരാളുടെ പറഞ്ഞാൽ അവർ പറഞ്ഞു കൊടുത്തതായിരിക്കാം എന്ന് ഇതിൻ്റെ മൈൻഡിൽ ഇങ്ങനെ തോന്നിക്കൊണ്ടിരിക്കും നമ്മുടെ വീട്ടുകാരുടെ ഫാമിലി. അതെല്ലാവരും സംഭവിക്കുന്നതാണ്. അത് പറഞ്ഞു വെച്ചാൽ ഒരു പുതിയൊരാളുടെ കാര്യം പെട്ടെന്ന് വന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ സന്തോഷത്തോടെയൊക്കെ ഇരിക്കാം. പക്ഷേ ഈ മക്കൾ പറയണ പോലെ മരുമക്കൾ ഒരിക്കലും പറയാൻ പറ്റില്ല. അത് പറഞ്ഞാൽ ഡിഫറെൻറ്റ് മദറാണ്. പക്ഷേ അത് കാരണം നമുക്ക് ഈ കുറച്ച് കാലമൊക്കെ അവരെല്ലാം പറയുന്നത് കേൾക്കാം, പക്ഷെ പിന്നെ കേൾക്കാമെന്നില്ല. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, ഒരിക്കലും ഇപ്പോൾ വന്ന നമ്മുടെ വീട്ടിൽ നമ്മുടെ ഭാര്യ നമ്മുടെ വീട്ടുകാർ ഇപ്പോൾ നോർമലി അക്സെപ്റ്റ് ചെയ്ത് കുറച്ച് സമയം എടുക്കും. ഇപ്പോൾ ഒരു മക്കൾ പറഞ്ഞു അത് പെട്ടെന്ന് അച്ഛനമ്മർക്ക് മറക്കും. പക്ഷേ ഇത് മരുമക്കൾ ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ ചെറിയൊരു കാര്യമാണെങ്കിൽ അവർക്കത് എന്തോ പോലെ കാര്യം അവളിനെ സപ്പോർട്ട് ചെയ്യണോ അങ്ങനെയൊക്കെ ഒരു ഫീല് വരും. അത് സ്വാഭാവികമാണ്. കാരണം ഇപ്പം നമ്മൾ അവരുടെ വീട്ടിൽ പോവുകയാണെങ്കിലും നമ്മളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അവർക്കൊരു ഈഗോ ക്ലാഷ് വരും. ഇത് സ്വാഭാവികമാണ്. കാരണം ഇത്ര കാലം ഒരുമിച്ച് ഇരുന്നിട്ട് പെട്ടെന്നൊരു ഇടയിൽ ഒരാൾ വരുമ്പോൾ
അത് നമ്മൾ കുറച്ച് കാലമൊക്കെ ഇങ്ങനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യും പറഞ്ഞു വെച്ചാൽ നോർമലായിരിക്കും. പിന്നെ അത് കുറച്ച് ഇഷ്യൂസൊക്കെ വരും. അപ്പോൾ അത് എല്ലാ ഫാമിലിയിലും വരുന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ അത് പിന്നീട് അത് ശരിയാവും. കാരണം രണ്ടുപേരും കൂടെ ഒന്ന് കറക്റ്റായി ഒന്ന് സംസാരിച്ച് ഒരു ഡീലാകുമ്പോൾ അത് ഓക്കെ ആവും. കാരണം പറഞ്ഞാൽ ഇവർ മൃദുല, പ്രവീൺ അവൻ്റെ വീട്ടിൽ നിന്ന് പുറത്ത് വന്നു. അപ്പോൾ ഇനി അവൻ്റെ വീട്ടുകാർ ഇപ്പോൾ പ്രവീണിൻ്റെ വീട്ടുകാർ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇങ്ങനെ അവൻ പോകുമ്പോൾ ഉള്ള ഒരു വിഷമവും അത് ഇങ്ങനെ ആകുമ്പോൾ അത് കുറച്ച്, കാരണം അത് അവൻ്റെ ഫസ്റ്റ് ഒരു ആദ്യത്തെ ആളുടെ മാരേജ് ആയതുകൊണ്ട് അവർ കുറേ കാര്യങ്ങൾ പഠിച്ചു വരുന്നുണ്ടാവുള്ളൂ ആ ഒരു സമയത്ത്. അവർ അതുപോലെ ഇപ്പോൾ അടുത്ത ആളുടെ മാരേജ് ആകുമ്പോൾ കുറേ കാര്യങ്ങൾ പഠിക്കുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കലായും ഓക്കെ ആയി വരും എന്ന വിശ്വാസം. ഇതൊക്കെയാണ്. പിന്നെ കമൻറ്റുകൾ ഒരുപാടുണ്ട്, അത് സ്വാഭാവികമാണ്. അപ്പോൾ ബൈ.